ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ ആൻഡ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ സാംസങ് ഗാലക്സി S7 എഡ്ജ് ആണ്. ഈ ഫോൺ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത് മാർച്ച് ഫസ്റ്റ് വീക്കാണ്. ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 55,000 റുപ്പീസ് ആണ് വരുന്നത്. സോ ഇത് സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയാം, അതായത് മോസ്റ്റ് പ്രീമിയം ഫോൺ എന്ന് പറയാം. ഇതിന്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച്, അതായത് 5.5 ഇഞ്ച് ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഇത് പവർ ചെയ്യുന്നത് എക്സിനോസ് ഒക്ടകോ ചിപ്സെറ്റ് ആണ്. ഇതിൽ റാം എന്ന് പറയുന്നത് 4 GB റാം ആണ്. ഇന്റർണൽ സ്റ്റോറേജ് 32 GB. ഇത് എക്സ്പാൻഡബിൾ ആണ്. ഇതിൽ വേറെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ ആൻഡ്രോയിഡ് 6.0 ആണ്. ഇതിന്റെ UI സാംസങ്ങിന്റെ ടച്ച് വിസ് UI ആണ്. ഇനി നമ്മൾ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ്. ഇതിന്റെ അകത്ത് സ്പെസിഫിക്കേഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഫീച്ചർ എന്ന് പറയുന്നത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതായത് നമുക്ക് ഇതിനെ മഴയത്ത് കൊണ്ടുപോയാലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. ഇതിന്റെ റെസിസ്റ്റിവിറ്റി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മീറ്ററും 30 മിനിറ്റും വരെ വെള്ളത്തിനകത്ത് വെക്കാം. അതിൽ കൂടുതലാണെങ്കിൽ ഇതിന് കപ്പാസിറ്റി ഇല്ല. ഇതാണ് IP68 സർട്ടിഫിക്കേഷൻ. പിന്നെ ഇതിൽ വയർലെസ് ചാർജിംഗ് ഉണ്ട്, അതായത് ചാർജിംഗ് പാഡിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നത്. അതൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ്. സോ ഇതിൽ 4G LTE ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒക്ടകോ ചിപ്സെറ്റ് ആണ്, ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. 3600 ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. സോ ഇത് ഓവറോൾ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയാം. നമുക്ക് ഇനി അൺബോക്സ് ചെയ്ത് ഫോൺ നോക്കാം. സോ ഇത് ഇന്ത്യൻ വേരിയന്റ് ആണ്. ഇതിന്റെ ഗോൾഡ് പ്ലാറ്റിനം ആണ് ഇതിന്റെ കളറ്. സോ ഇതാണ് ഫോണ്. സോ നിങ്ങൾക്ക് കാണാം, ഇതൊരു ശരിക്കും പ്രീമിയം ആയ ഫോണാണ്. ഇത് മെറ്റാലിക് ഫിനിഷ് ആണ്, കംപ്ലീറ്റ് മെറ്റൽ ബോഡിയാണ്. ഇതിന്റെ പുറത്തും ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, അപ്പോൾ സ്ക്രാച്ചസ് ഒന്നും വരില്ല. പക്ഷെ ഇത് ഗ്ലാസ് ആയത് കാരണം ഫിംഗർ പ്രിന്റ്സ് എല്ലാം വന്ന് കൈയടയാളങ്ങൾ ഒരുപാട് വരുന്നതാണ്. പക്ഷെ നമുക്കതൊരു വലിയൊരു പ്രശ്നമായി കാണേണ്ടതില്ല. എന്നാലും നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഇതിന്റെ എഡ്ജ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് കാണാം, ഡിസ്പ്ലേ ഇങ്ങനെ കുറച്ച് എഡ്ജിലോട്ട് കേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡും കേർവ്ഡ് ആണ്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിനൊരു ഹോം ബട്ടൺ ഉണ്ട്. ഹോം ബട്ടൺ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും കൂടിയാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഫിംഗർ പ്രിന്റ് വെച്ച് അൺലോക്ക് ചെയ്യാം ഡിവൈസിനെ. ഇതിൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ്, LED ഫ്ലാഷ് ഉണ്ട്, ഒരു ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. ഹാർട്ട് റേറ്റ് സെൻസർ വെച്ച് ഹാർട്ട് ബീറ്റ്സ് മെഷർ ചെയ്യാം, സ്ട്രെസ് ലെവൽ മെഷർ ചെയ്യാം, ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യാം. അതെല്ലാം സാംസങ്ങിന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ച് മെഷർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 5 മെഗാ പിക്സൽ ആണ്. പിന്നെ യൂഷ്വൽ സെറ്റ് ഓഫ് സെൻസേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. രണ്ട് സൈഡും കേർവ്ഡ് ആണ്. അതിനാണ് എഡ്ജ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പേര് എഡ്ജ് എന്ന് പറയാൻ കാരണം. ഇനി ബാക്കി ബോക്സിനകത്ത് വരുന്നത് ഇതിന്റെ മാനുവലും ബാക്കി വാറന്റി ഇൻഫർമേഷൻ ആണ്. പിന്നെ ഇതിനകത്തൊരു OTG കേബിൾ ഉണ്ട്. അതായത് ഇത് വെച്ച് നമുക്ക് ഫോണിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് പെൻ ഡ്രൈവ് എല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഡയറക്ട്ലി പെൻ ഡ്രൈവ് എല്ലാം ആക്സസ് ചെയ്യാം. അതേപോലെ മൗസ്, കീബോർഡ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OTG കേബിൾ. അത് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. പിന്നുള്ളത് ഇതിന്റെ ചാർജറാണ്. ഈ ചാർജർ എന്ന് പറഞ്ഞാൽ ട്രാവൽ അഡാപ്റ്റർ. ഇത് ക്വിക്ക് ചാർജിങ് എനേബിൾഡ് ആണ്. അതായത് ഫോണിനെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റാവുന്ന ചാർജറാണ്. ഇത് വോൾട്ടേജ് കൂടുതലാണ്. ഇത് പിന്നെ സാധാരണ നമ്മുടെ USB കേബിള്. ഇത് സിം പുറത്തെടുക്കാനുള്ള ടൂളാണ്, ഇജക്ടർ പിൻ എന്ന് പറയും. സിം കാർഡ് യൂസ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇയർഫോൺസ് ആണ്. ഇയർഫോൺസ് എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ ഒരു നല്ല ക്വാളിറ്റി ഇയർഫോൺസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല ക്വാളിറ്റിയായ ഒരു ഇയർഫോൺസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഇതിന് ഇന്റർഫേസ് എല്ലാം നോക്കാം. സാംസങ്ങിന്റെ ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ UI ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സാംസങ് ഗാലക്സി S7 എഡ്ജ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിന്റെ UI. ഇത് ടച്ച് വിസ് UI എന്ന് പറയും. ഇത് സാംസങ്ങിന്റെ പ്രൊപ്രൈറ്ററി UI ആണ്. ഇത് ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ ആണ് ഇതിന്റെ ബേസ് സോഫ്റ്റ്വെയർ. അതായത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. നമുക്ക് അബൌട്ട് ഡിവൈസിൽ പോയാൽ കാണാം. ഇതിന്റെ വേർഷൻ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 6.0.1 ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ ആണ്. പിന്നെ ഇതിനകത്ത് കപ്പാസിറ്റീവ് ബട്ടൺസ് ഉണ്ട്. താഴെ ഒരു ബാക്ക് ബട്ടണും മൾട്ടി ടാസ്കിംഗ് ബട്ടണും ഉണ്ട്. നമുക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ മേളിൽ ഇതാണ് സിം ട്രേ ഉള്ളത്. പിന്നെ മൈക്രോഫോൺ ഉണ്ട്. താഴെ ഇതിന് ഓഡിയോ ജാക്കാണുള്ളത്, അതായത് നമുക്ക് ഇയർഫോൺസ് പ്ലഗ് ചെയ്യാവുന്നതും പിന്നെ ചാർജിങ് കേബിളുമാണ്, സ്പീക്കറും ഉണ്ട്. ഇതിന്റെ ഇവിടെയാണ് റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വോളിയം കീസും വരുന്നത്. ഇതാണ് ഇതിന്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. ഇതിന്റെ ബാക്ക് പാനലിലാണ് ഇതിന്റെ 12 മെഗാ പിക്സൽ ക്യാമറയും ഈ പറഞ്ഞ ഫ്ലാഷും സെൻസറും എല്ലാം വരുന്നത്. പിന്നെ ഇത് ഗ്ലാസ് ഫിനിഷാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
സോ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നല്ല പ്രീമിയം ബിൽഡാണ്, നല്ല ഫിനിഷിംഗും ആണ്, ഗോൾഡൻ കളർ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്. അപ്പൊ അതാണ് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ഇങ്ങനെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് വരും. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ആപ്പ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് ആ ആപ്പിന് ഇവിടെ നമുക്ക് പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ക്ലോക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ആക്സസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ പാനൽ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്സ് എല്ലാം ഇതിനകത്ത് കോൺഫിഗർ ചെയ്തിട്ട് ഇതിനകത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എച്ച് ടു എച്ച് ഡിസ്പ്ലേന്റെ. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒന്ന് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഓഫ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം, അപ്പോഴാണ് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ചെയ്യുന്നത്. ഇപ്പൊ സ്വിച്ച് ഓൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഹോമിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അത് അൺലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നൊരു ഫീച്ചർ ഉണ്ട്, അതും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ക്ലോക്കും ബാറ്ററിയും മെസ്സേജസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കും. ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേനെ കുറിച്ച് കൂടുതൽ കോൺഫിഗറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇനി ക്യാമറ ഒന്ന് നോക്കാം. ഇതിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ്. നല്ല ഒരു സുപ്പീരിയർ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നല്ല പെർഫോമൻസ് ഉള്ളൊരു ക്യാമറയാണ്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ വീഡിയോന്റെ കൂടെ തന്നെ കുറച്ച് സാമ്പിൾസ് അപ്ലോഡ് ചെയ്യാണ്. വളരെ ക്വിക്കായി നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന ഒരു ക്യാമറയാണിത്. ഇതിൽ ഒരുപാട് മോഡ്സും ഉണ്ട്, കണ്ടില്ലേ, കുറെ മോഡ്സ് എല്ലാം ഉണ്ട്. പ്രൊഫഷണൽ മോഡ്സ് ഉണ്ട്, പനറോമ ഉണ്ട്, ഫുഡ് മോഡ് ഉണ്ട്, സ്ലോ മോഷൻ ചെയ്യാം, 4K വീഡിയോസ് എടുക്കാം, അതായത് അൾട്രാ HD മോഡിൽ വീഡിയോസ് എടുക്കാം. അതും അതിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇത് അൾട്രാ HD, QHD, സ്ലോ മോഷൻ എന്ന എല്ലാ വീഡിയോ റെക്കോർഡിങ്ങും മോഡ്സും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് കുറച്ച് സാമ്പിൾസ് ഈ ഫോട്ടോ ഈ ക്യാമറയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണാം. നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസാണ് ഇതിൽ വന്നിരിക്കുന്നത്. റിയർ ക്യാമറ ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയുണ്ട് റിയർ ക്യാമറയിൽ. അപ്പോൾ ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് 5 മെഗാ പിക്സൽ ക്യാമറയും അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഒരു ക്യാമറ എന്ന് പറയാം. സെൽഫീസ് എല്ലാം നല്ലപോലെ എടുക്കുന്നുണ്ട്. ക്ലാരിറ്റിയും നല്ല ഓവറോൾ നല്ല ക്ലാരിറ്റിയാണ് ഫോട്ടോസിനെല്ലാം. സോ ഇതായിരുന്നു നമ്മുടെ അൺബോക്സിങ് സാംസങ് ഗാലക്സി S7 എഡ്ജ്. ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. കടകളിൽ സാംസങ്ങിന്റെ ഒഫീഷ്യൽ സ്റ്റോഴ്സിലും പാർട്ട്ണർഷിപ്പ് സ്റ്റോഴ്സിലെല്ലാം അവൈലബിൾ ആണ്. സോ ഓൾമോസ്റ്റ് 56,000 ആണ് ഇതിന്റെ പ്രൈസ്. ഇതൊരു പ്രീമിയം ഡിവൈസ് ആണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. ക്യാമറയിലായാലും സോഫ്റ്റ്വെയറിലായാലും ഫിനിഷിങ്ങും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നല്ല ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. ഇതിന്റെ ബാറ്ററി ആണെങ്കിൽ 3600 mAh ആണ്. നല്ലൊരു കപ്പാസിറ്റിയാണ്. ഓൾമോസ്റ്റ് മോർ ദാൻ എ ഡേ നമുക്ക് ഇതുകൊണ്ട് ആവറേജ് യൂസേജ് കൊണ്ട് നിലനിൽക്കുന്നതാണ്. സോ ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഫീച്ചേഴ്സ്. ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആൻഡ് ക്വിക്ക് ഓവർവ്യൂ ആണ് നമ്മൾ തന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.